നിഴലില്ലാത്ത കാവൽക്കാരൻ. പാലക്കാട്ടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു മാധവന്റെ തറവാട്. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ വീട് വിൽക്കാനായി എത്തിയതായിരുന്നു അയാൾ. ഗ്രാമവാസികൾ ആ വീടിനെ കരിമ്പനക്കൽ തറവാട് എന്ന് ഭയത്തോടെയാണ് വിളിച്ചിരുന്നത്. അന്ന് രാത്രി മാധവൻ ആ പഴയ തറവാട്ടിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. രാത്രി 12 മണിയായപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. ചടപട ചടപട. കനത്ത പാദരക്ഷകൾ, മരത്തറയിൽ അമരുന്ന ശബ്ദം. കയ്യിലൊരു ടോർച്ചുമായി മാധവൻ മുകളിലേക്ക് ചെന്നു. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുറിയിലെ വലിയ ആൾക്കണ്ണാടിയിൽ മാധവൻ തന്റെ പ്രതിബിംബം നോക്കി. അവന്റെ പിന്നിലായി ഒരു കറുത്ത രൂപം നിൽക്കുന്നത് കണ്ണാടിയിൽ കണ്ടു. പേടിച്ച് വിറച്ച് മാധവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരുമുണ്ടായിരുന്നില്ല. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കിയ മാധവൻ ഞെട്ടിപ്പോയി. കണ്ണാടിക്കുള്ളിലെ മാധവന്റെ രൂപത്തിനു പുറകിൽ നിന്ന ആ കറുത്ത രൂപം ഇപ്പോൾ മാധവന്റെ കഴുത്തിനു നേരെ കൈകൾ നീട്ടുകയാണ്. മാധവൻ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓട്ടി. വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പെട്ടെന്ന് ഹാളിലെ റാന്തൽ വിളക്ക് തനിയെ തെളിഞ്ഞു. വെളിച്ചത്തിൽ മാധവൻ തന്റെ നിഴൽ തറയിൽ നോക്കി. അവിടെ മാധവന് നിഴലില്ലായിരുന്നു. പകരം മാധവൻ നിൽക്കുന്നിടത്തുനിന്ന് മറ്റൊരു ഭീകരരൂപത്തിന്റെ നിഴലായിരുന്നു നീണ്ടുകിടന്നിരുന്നത്. ആ നിഴൽ പതുക്കെ തറയിൽ നിന്നുയർന്ന് മാധവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. മാധവന്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തുവന്നില്ല. ഭയം കൊണ്ട് അവന്റെ ശരീരം തണുത്തു വിറച്ചു. തറയിൽ നിന്ന് ഉയർന്നുവന്ന ആ നിഴൽ രൂപത്തിന് മുഖമില്ലായിരുന്നു. വെറും 2 കത്തുന്ന ചുവന്ന കണ്ണുകൾ മാത്രം. നിഴലിന്റെ പക. ആ രൂപം മാധവന്റെ അടുത്തേക്ക് ഓരോ ചുവടായി നീങ്ങി. മാധവൻ പിന്നിലേക്ക് നീങ്ങി ചുവരിൽ തട്ടി നിന്നു. പെട്ടെന്ന് ആ രൂപം സംസാരിക്കാൻ തുടങ്ങി. അത് മനുഷ്യശബ്ദമായിരുന്നില്ല, മറിച്ച് കാറ്റിൽ മരച്ചില്ലകൾ ഉരസുന്നതുപോലെയുള്ള ഒരു മുരൾച്ചയായിരുന്നു. എന്റെ മണ്ണിൽ നീ കാലുകുത്തിയതെന്തിനാണ്? ഇവിടുത്തെ നിശബ്ദത ആരും ഭേദിക്കാൻ പാടില്ല. മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ കൈയിലുണ്ടായിരുന്ന പുരാതനമായ ആ തറവാടിന്റെ ആധാരം പുറത്തെടുത്തു. ആ നിഴൽ രൂപം ആധാരത്തിലേക്ക് നോക്കി. പെട്ടെന്ന് വീടിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതുപോലെ തോന്നി. ആ രൂപം അലറിക്കൊണ്ട് മാധവന്റെ നേരെ ആഞ്ഞെടുത്തു. പെട്ടെന്ന് മാധവന്റെ അപ്പൂപ്പൻ പണ്ടു പറഞ്ഞൊരു കാര്യം അവന്റെ ഓർമ്മയിൽ വന്നു. ഈ തറവാടിന്റെ തെക്കേക്കോലായിൽ ഒരു താവഴി വിളക്കുണ്ട്. അത് തെളിയുന്നിടത്തോളം ഈ വീടിന് കാവലായി തറവാട്ടുദൈവമുണ്ടാകും. ജീവൻ പണയപ്പെടുത്തി മാധവൻ ഇരുട്ടിലൂടെ തെക്കേക്കോലായിലേക്ക് ഓട്ടി. പുറകിൽ ആ ഭീകരരൂപം ഒരു നിഴലായി അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് മാധവൻ ആ പഴയ ഓട്ടുവിളക്ക് കണ്ടെത്തി. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ലൈറ്റർ എടുത്ത് അവൻ ആ വിളക്ക് തെളിച്ചു. തിരി തെളിഞ്ഞതും ഒരു വലിയ പ്രകാശം ആ മുറിയിൽ പടർന്നു. ആ പ്രകാശത്തിൽ ആ കറുത്ത രൂപം ഉരുകിത്തീരുന്നതുപോലെ മാധവൻ കണ്ടു. ഒരു ദീനരോദനത്തോടെ ആ രൂപം അപ്രത്യക്ഷമായി. പിറ്റേന്ന് വെളുപ്പിനെ ഗ്രാമവാസികൾ നോക്കുമ്പോൾ മാധവൻ തറവാടിന്റെ ഉമ്മറത്ത് ബോധരഹിതനായി കിടക്കുകയായിരുന്നു. അയാൾക്ക് ബോധം വന്നപ്പോൾ നടന്ന കാര്യങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞു. ഗ്രാമത്തിലെ മുതിർന്ന ഒരാൾ പറഞ്ഞു, അത് നിഴലില്ലാത്ത കാവൽക്കാരനാണ്. ഈ തറവാട് ആരും വിൽക്കാതിരിക്കാൻ വർഷങ്ങളായി അവിടെ കഴിയുന്ന പ്രേതം. മാധവൻ അന്ന് തന്നെ ആ തറവാട് വിൽക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. പക്ഷെ ഇന്നും അമാവാസി രാത്രികളിൽ ആ തറവാടിന്റെ ജനലിലൂടെ നോക്കിയാൽ വിളക്ക് തെളിയാത്ത മുറികളിൽ ആ നിഴൽ രൂപം ഇപ്പോഴും ഉലാത്തുന്നത് കാണാമെന്ന് നാട്ടുകാർ പറയുന്നു.